ഹായ്, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓറിയോ നമ്മുടെ പാർക്കിംഗ് സെക്ഷനിൽ നിന്നൊന്ന് താഴോട്ടെടുത്ത് ചാടിയപ്പോൾ അവളെ കൈ പിന്നെ നടക്കാൻ വയ്യ, കൈ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഓടി ഹോസ്പിറ്റലിലോട്ട്. കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുവന്നു, കാരണം ടെൻഷനായിരുന്നു, രണ്ട് കൈയും കുത്തുന്നില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സംഭവം എന്ന് പറയുന്നത് നമ്മളിവിടെ കിവിയുണ്ട്, കിവിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഇവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കിവിക്ക് ഫുഡ് കൊടുത്ത സമയത്ത് ഇവൾ പാർക്കിംഗ് സെക്ഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ള വെപ്രാളത്തിൽ അവൾ മുകളിൽ നിന്നെടുത്ത് താഴോട്ടങ്ങ് ചാടി. ഇതാണ് സംഭവം. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ എന്തോ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്പർ തന്നിട്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ നമ്പർ 26W ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കതും ഇതുപോലെ കാലൊടിഞ്ഞതാണ്, അതായത് മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടി കാലൊടിഞ്ഞതാണ്. ഈ പട്ടിയായിരുന്നു ഓറിയുടെ അവിടുത്തെ കൂട്ട്. അവളും ഇതേണക്ക് മുകളിൽ നിന്നെടുത്ത് ചാടി കൈയൊന്നൊടിഞ്ഞതായിരുന്നു. അങ്ങനെ കിവിയെ കൊണ്ടുവന്ന് എക്സ്റേ ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ലായിരുന്നു, കാരണം അവ എന്നെ അവിടെ ആക്കിയിട്ട് വർക്കിന് പോയി. ആ സമയത്ത് ഞാൻ മാത്രമല്ലായിരുന്നു അവളെ മാനേജ് ചെയ്യുക, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ആ ഫുഡ് കൊടുത്തതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അവൾക്ക് അവിടെ എല്ലാവർക്കും ഇവളെ ഇഷ്ടപ്പെട്ടു, കാരണം കുറച്ച് അനുസരണയൊക്കെ ആയിട്ട് വിളിയോ കരച്ചിലോ ഒന്നും ഇല്ലാണ്ട് ഇരുത്തിയെടുത്തിരിക്കുന്ന ഒരു പട്ടി ഇവളായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഭയങ്കര കളിപ്പിക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നു ഹോസ്പിറ്റലിൽ. അപ്പോഴത്തേക്കും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു, അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളായിരുന്നു. ഈ പ്ലാസ്റ്റർ ഇട്ടതിലൊരു പ്രശ്നം പറ്റി, കാരണം അവളുടെ സൈസ് എടുത്തവർ ബാൻഡേജ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അവൾക്ക് വീട്ടിൽ വന്നിട്ട് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ 2 ദിവസം അവൾ സഹിച്ചു. 3ൻ്റെ അന്നോട്ട് അവൾ കൈ ഒന്ന് വിരിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അവളുടെ കൈക്ക് ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ട്, അത് ഓക്കെ ആവും എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവളെ കൈ കെട്ടുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പാവം തോന്നി. അവൾക്കങ്ങ് ഉറക്കം വന്നു, കാരണം രാവിലെ ഇട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ നിൽക്കുമായിരുന്നു, നല്ല ഉറക്കം വന്നായിരുന്നു അവൾക്ക്. എനിക്ക് കഷ്ടം തോന്നി, കാരണം നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്തും അവൾ അനങ്ങുന്ന പോലുമില്ല, അങ്ങ് ഉറക്കമോ. കാരണം ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം കാണിച്ച് ഇവിടെ ഓടിച്ചാടി നടക്കണ ഉച്ചിനെ അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സൈലൻ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് പാവം തോന്നി. അപ്പോൾ ഈ ബാൻഡേജ് ചെയ്യുന്നതിന് മുമ്പ് അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പെയിൻ കില്ലറായിരുന്നു. പക്ഷേ അവൾക്ക് ഭയങ്കര ഉറക്കം വന്നു. ഞാൻ അങ്ങനെ ചോദിച്ചു, സെഡേഷനുള്ളതാണോ കൊടുത്തത്? അപ്പോൾ സെഡേഷനുള്ളതല്ല, പെയിൻ കില്ലറാണെന്ന് അവർ പറഞ്ഞു. എന്നാലും എനിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് കിടത്തുമ്പോഴത്തേക്കും അവൾക്ക് ഒരു അനക്കവും ഇല്ലാതെ അവളിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓ ഗാഡ്, എന്താ പറ്റി എന്നായിരുന്നു. എന്നാലും പാവം തോന്നി കേട്ടോ, ഭയങ്കരമായിട്ട്. നമ്മളടുത്തേ ഉള്ളൂ അവളെ കുരുത്തക്കേടും ഈ ചിൽനെസ്സും ഒക്കെ. വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൾ ഇത്ര ആക്റ്റീവൊന്നും അല്ല. അത് കണക്ക് അതിൻ്റെ അപ്പുറത്തൊരു നമ്മുടെ ഷിറ്റ്സും ഉണ്ട്, അതിൻ്റെ പേര് ഓറിയോ എന്നാണ്. ആ ഷിറ്റ്സിനെ കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പനി പിടിച്ചിട്ട് ശ്വാസം മുട്ടലായിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഡെലിവറി എന്തോ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര അവശ്യ നിലയിലാണ് കേട്ടോ ആ ഷിറ്റ്സുവിനെ കൊണ്ടുവന്നത്. അത് കണക്ക് തന്നെ അവിടെ ഒരു മിനി പഞ്ചറിനെയും കൊണ്ടുവന്നായിരുന്നു. അത് കോമഡിയായിരുന്നു. ആ വീട്ടിൽ തന്നെ ഒരു കാനക്രൂസും ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് ആദ്യം, അതായത് കഴിഞ്ഞ ഡിസംബറിൽ എന്തോ ഈ മിനി പിഞ്ചറിൻ്റെ മണ്ടയിൽ കാനക്രൂസ് കയറി കിടന്നിട്ട് കൈ ഒടിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും മഴയത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് ഓടി വന്ന് ചറുക്കിയടിച്ച് മുകളിൽ നിന്ന് താഴെ വീണ് ആ കാലിന് വീണ്ടും ഒടിഞ്ഞു. അങ്ങനെ ഒരു മിനി പിഞ്ചറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓറിയോനെ കെട്ടിവിട്ടത്. മറ്റേ ഏത് സിനിമ, കല്യാണരാമനാണോ? അല്ല, പാണ്ടിപ്പട സിനിമയിൽ സലീം കുമാറിനെ ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് വയ്ക്കത്തില്ലേ, അതുപോലെ നമ്മൾ കല്യാണരാമിലെ സലീം കുമാറായി. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി, കാരണം രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 5 മണി വരെ അവളെ മാനേജ് ചെയ്യാൻ ഞാനേ ഉള്ളുമായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കാണ്ട് ഭയങ്കരമായിട്ട് അവശതയല്ല, എനിക്കൊരു ക്ഷീണമായി. ഒരു 5:30 6 മണിയൊക്കെ അടുപ്പിച്ചാണ്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഇറങ്ങിയത്, കാരണം അത്രയും പേഷ്യൻസ് ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ബാൻഡേജ് അഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അവൻ ചെവിയെ പിടിച്ച് ഒരു കൊക്കിനെ പോലെ ഇരിക്കുന്നില്ല, അങ്ങനെ ബാൻഡേജ് അയക്കാൻ കൊണ്ട് ചെന്നതാണ്. അപ്പോൾ ആൾക്ക് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ പിന്നെ പേടിയാണ്. ആദ്യം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി ബാൻഡേജൊക്കെ അയച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.